ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ SSLC ഇംഗ്ലീഷ് പബ്ലിക് എക്സാമിന്റെ ആൻസർ കീയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Questions 1 to 5. Read the excerpt from A Very Old Man with Enormous Wings and answer the questions that follow. 1 മുതൽ 5 വരെ. A Very Old Man with Enormous Wings എന്ന കഥയിലെ ഒരു ഭാഗം വായിച്ച് തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. Question number 1. Who pegged at the angel while searching for parasites in his wings? ദൂതന്റെ ചിറകുകളിലുണ്ടായിരുന്ന പരാന്നഭോജികളെ അഥവാ പാരസൈറ്റുകളെ തിരയുമ്പോൾ ആരാണ് അവനെ കൊത്തിയത്? ആൻസർ: the hens, കോഴികൾ. Question number 2. Why did the people prefer the spider woman over the angel? ജനങ്ങൾ എന്തുകൊണ്ടാണ് ദൂതനേക്കാൾ സ്പൈഡർ വുമനെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ. The spider woman offered a clear, dramatic story that people could understand. സ്പൈഡർ വുമൺ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തവും നാടകീയവുമായൊരു കഥ പറഞ്ഞതിനാലാണ്. Question number 3. What does the angel's patience in the face of mistreatment suggest? ദൂതനെ മോശമായി പെരുമാറിയിട്ടും അവൻ കാണിച്ച ക്ഷമ എന്താണ് സൂചിപ്പിക്കുന്നത്? ആൻസർ: ഓപ്ഷൻ സി. എ ക്വയറ്റ്, എൻഡ്യൂറിംഗ് ഫോം ഓഫ് വെർച്യൂ അൺറെക്കഗ്നൈസ്ഡ് ബൈ മോസ്റ്റ് പീപ്പിൾ. മിക്ക ആളുകളും തിരിച്ചറിയാത്ത ശാന്തവും സഹനമുള്ളതുമായ ഒരു നല്ല ഗുണത്തെ അത് സൂചിപ്പിക്കുന്നു. Question number 4. Comment on the statement, "Even the most merciful threw stones at him." ഏറ്റവും കരുണയുള്ളവരും പോലും അവന്റെ മേൽ കല്ലെറിഞ്ഞു എന്ന പ്രസ്താവനയെക്കുറിച്ച് അഭിപ്രായം പറയുക. ആൻസർ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കൂടെ അർത്ഥവുമുണ്ട്. Question 5. Identify the noun phrase in the subject position and verb phrase in the sentence. വാക്യത്തിലെ noun phraseഉം verb phraseഉം കണ്ടെത്തുക. The admission fee for the traveling show was less than the fee to see the angel. Answer: noun phrase, the admission fee for the traveling show. Verb phrase, was less than the fee to see the angel. Questions 6 to 9. Read the lines from Another Day in Paradise and answer the questions that follow. Another Day in Paradise എന്ന ഗാനത്തിലെ വരികൾ വായിച്ച് തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. Question number 6. Who does the woman call out to? ആ സ്ത്രീ ആരെയാണ് വിളിക്കുന്നത്? ആൻസർ: she calls out to a man passing by on the street. വീഥിയിലൂടെ കടന്നുപോകുന്ന ഒരു പുരുഷനെയാണ് അവൾ വിളിക്കുന്നത്. Question number 7. What does the line "she can't walk but she is trying" suggest about the women's character? അവൾക്ക് നടക്കാൻ കഴിയില്ലെങ്കിലും അവൾ ശ്രമിക്കുകയാണ് എന്ന വരി എന്താണ് സൂചിപ്പിക്കുന്നത്? ആൻസർ: ഓപ്ഷൻ സി. She is resilient and persevering in spite of her hardships. തനിക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും അവൾ ധൈര്യത്തോടെയും സ്ഥിരതയോടെയും മുന്നോട്ട് ശ്രമിക്കുന്നവളാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. Question number 8. Why does the lyricist repeat the expression "think twice" in this song? Think twice എന്ന പ്രയോഗം ഗാനരചയിതാവ് എന്തുകൊണ്ടാണ് ആവർത്തിക്കുന്നത്? ആൻസർ വീഡിയോയിൽ കാണിക്കുന്നു. കൂടെ അർത്ഥവുമുണ്ട്. Question number 9. Identify the refrain in the extract. ഈ ഭാഗത്തിലെ refrain ആവർത്തിക്കുന്ന വരി കണ്ടെത്തുക. ആൻസർ: The refrain is, "Oh, think twice. It's just another day for you and me in paradise." Question number 10A. Read these lines from the poem Mirror and write an appreciation of the lines focusing on the theme and the poetic techniques. മിറർ എന്ന കവിതയിലെ ഈ വരികൾ വായിച്ച് അതിലെ തീമിനെയും കവിതാ സാങ്കേതികതകളെയും കേന്ദ്രീകരിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക. ആൻസർ: Question number 10B. Write a paragraph comparing and contrasting the themes of the two poems. രണ്ട് കവിതകളുടെ തീമുകൾ തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും വിശദീകരിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. ആൻസർ: Questions 11 to 14. Read the passage below and answer the questions that follow.
താഴെ നൽകിയിരിക്കുന്ന പാഠഭാഗം വായിച്ച് അതിനു പിന്നാലെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. Question number 11. What rare disorder was Nick Vujicic born with? നിക് വൂജിസിക് ജനിച്ചത് ഏത് അപൂർവ രോഗത്തോടെയാണ്? ആൻസർ: ടെട്രാ അമേലിയ സിൻഡ്രോം. Question number 12. Name the NGO founded by Nick Vujicic. നിക് വുജിസിക് സ്ഥാപിച്ച NGOയുടെ പേരെന്താണ്? ആൻസർ: ലൈഫ് വിതൗട്ട് ലിംസ്. Question number 13. What gave him the desire and self-belief to live? ജീവിക്കാൻ അവന് ആഗ്രഹവും ആത്മവിശ്വാസവും നൽകിയതെന്താണ്? ആൻസർ: ഓപ്ഷൻ സി, ഹിസ് പാരന്റ്സ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് ഫെയ്ത്ത്. അവന്റെ മാതാപിതാക്കളുടെ നിബന്ധനകളില്ലാത്ത സ്നേഹവും വിശ്വാസവും. Question number 14. The life story of Nick Vujicic teaches us that select the correct option. നിക് വൂജിസിക്കിന്റെ ജീവിതകഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആൻസർ: ഓപ്ഷൻ ബി, 1, 2 and 4 are correct. Question number 15a. In Shaguntalam, Kalidasa uses the setting of the hermitage to present an ideal world where humans live in harmony with animals and plants. Prepare a review of Act 1 of the play, focusing on its theme, plot, characterization and contemporary relevance. ശകുന്തളം എന്ന നാടകത്തിൽ കാളിദാസൻ ആശ്രമത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ച് മനുഷ്യർ മൃഗങ്ങളോടും സസ്യങ്ങളോടും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ആശയലോകം അവതരിപ്പിക്കുന്നു. നാടകത്തിന്റെ 1-ാം അംഗത്തെ അടിസ്ഥാനമാക്കി അതിന്റെ പ്രമേയം, കഥാസാരം, കഥാപാത്രാവിഷ്കാരം, ആധുനിക പ്രസക്തി എന്നിവയെക്കുറിച്ചൊരു റിവ്യൂ തയ്യാറാക്കുക. ആൻസർ: Question number 15b. The lives of Srikanth Bulla and Arunachalam Muruganandam clearly exemplify the fact that hope, perseverance, resilience, and the refusal to give up help us overcome adversities and attain success. Based on your reading of Breaking Barriers, I Will Fly, and A Phoenix Rises, prepare a write-up on the topic, A Never Say Die Attitude Wins Life's Battles. ശ്രീകാന്ത് ബൊല്ലയുടെയും അരങ്ങാചലം മുരുകനന്ദത്തിന്റെയും ജീവിതം പ്രതീക്ഷ, പരിശ്രമം, പ്രതിരോധശക്തി, തോൽവി സമ്മതിക്കാത്ത മനോഭാവം എന്നിവ മനുഷ്യരെ പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയത്തിലേക്ക് നയിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ, എ ഫീനിക്സ് റൈസസ് എന്നീ പാഠങ്ങൾ അടിസ്ഥാനമാക്കി എ നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ് വിൻസ് ലൈഫ്സ് ബാറ്റിൽസ് എന്ന വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കുക. ആൻസർ: Question number 16a. The student in Beloved Balls is a self-effacing character who is willing to make amends for his misjudgment. Write a character sketch of the student. Beloved Balls എന്ന കഥയിലെ വിദ്യാർത്ഥി തന്റെ തെറ്റായ ധാരണ തിരുത്താൻ തയ്യാറുള്ള വിനീതനായൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവ ചിത്രീകരണം തയ്യാറാക്കുക. ആൻസർ: Question number 16b. Luigi Pirandello's War shows that every fallen soldier leaves behind grieving families who suffer pain forever. Prepare a short narrative of the events that unfold in the story. ലൂയിജി പിരാൻഡെല്ലോയുടെ വാർ എന്ന കഥയിൽ യുദ്ധത്തിൽ മരിക്കുന്ന ഓരോ സൈനികനും പിന്നിൽ എന്നും വേദന അനുഭവിക്കുന്ന ദുഃഖിതരായ കുടുംബങ്ങളെ വിട്ടുപോകുന്നുവെന്ന് കാണിക്കുന്നു. കഥയിൽ നടക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ചെറുവിവരണം തയ്യാറാക്കുക. ആൻസർ: Question number 17a. The 30th International Film Festival of Kerala 2025 was inaugurated on 12th December at Thiruvananthapuram, turning the state capital into a hub of world cinema. Prepare a news report of the event. 2025 ഡിസംബർ 12-ന് തിരുവനന്തപുരം നഗരത്തിൽ 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം IFFK ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സംസ്ഥാന തലസ്ഥാനം ലോക സിനിമയുടെ കേന്ദ്രമായി മാറി. ഈ പരിപാടിയെ അടിസ്ഥാനമാക്കി ഒരു വാർത്താ റിപ്പോർട്ട് തയ്യാറാക്കുക. ആൻസർ:
Question number 17b. The memoir in the attic highlights the humanity and compassion of Wilm Hosenfeld, who helps Vladislav Shpilman survive one of the darkest periods of his life. Based on your reading of the text, write a paragraph on the topic Humanity is Still Alive. In the attic എന്ന സ്മരണക്കുറിപ്പ് വിൽം ഹോസൻഫെൽഡിന്റെ മാനവികതയും കരുണയും വ്യക്തമാക്കുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം വ്ളാഡിസ്ലാവ് ഷ്പിൽമാനെ സഹായിക്കുന്നു. ഈ പാഠത്തെ അടിസ്ഥാനമാക്കി ഹ്യൂമാനിറ്റി ഈസ് സ്റ്റിൽ അലൈവ് എന്ന വിഷയത്തിൽ ഒരു പാരഗ്രാഫ് എഴുതുക. ആൻസർ. Question number 18a. Elisenda lets out a sigh of relief when the old man with enormous wings flies away. Later, she jots down her feelings in her diary. Write the likely diary entry. വലിയ ചിറകുകളുള്ള വൃദ്ധൻ പറന്നുപോയപ്പോൾ എലിസെൻഡ ഒരു വലിയ ആശ്വാസനിശ്വാസം വിടുന്നു. പിന്നീടവൾ തന്റെ വികാരങ്ങൾ ഡയറിയിൽ കുറിക്കുന്നു. ആ സാധ്യതയുള്ള ഡയറി എൻട്രി എഴുതുക. ആൻസർ. Question number 18b. Hoshcomb decides to write an email to the mayor of Goderville pleading his innocence and requesting justice. Draft the likely email. ഹോഷ്കോംബ് തന്റെ നിരപരാധിത്വം വ്യക്തമാക്കുകയും നീതി ആവശ്യപ്പെടുകയും ചെയ്ത് ഗോഡർവിൽ നഗരത്തിലെ മേയറിന് ഒരു ഇമെയിൽ എഴുതാൻ തീരുമാനിക്കുന്നു. ആ സാധ്യതയുള്ള ഇമെയിൽ തയ്യാറാക്കുക. ആൻസർ. Question number 19. Write a profile of W.B. Yeats using the details given below. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് W.B. യേറ്റ്സിന്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. ആൻസർ. Question number 20. The English club of your school wishes to conduct a seminar to raise awareness of racism and discrimination. The celebrated writer Fatou Diome has consented to speak at the seminar. Draft an event invitation to the students, the public, and nearby schools. Include details such as the date, time, venue, and other details of the event and relevant details of the chief guest. നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ് വർഗീയതയും വിവേചനവും സംബന്ധിച്ച ബോധവൽക്കരണം ഉയർത്തുന്നതിനായി ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രശസ്ത എഴുത്തുകാരിയായ ഫാറ്റു ഡിയോം ഈ സെമിനാറിൽ സംസാരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സമീപത്തെ സ്കൂളുകൾക്കും വേണ്ടി ഒരു പരിപാടിയുടെ ക്ഷണക്കത്ത് തയ്യാറാക്കുക. പരിപാടിയുടെ തീയതി, സമയം, വേദി തുടങ്ങിയ വിവരങ്ങളും മുഖ്യ അതിഥിയായ ഫാറ്റു ഡിയോമിനെ സംബന്ധിച്ച് അനുയോജ്യമായ വിവരങ്ങളും ഉൾപ്പെടുത്തണം. Question number 21. Read the passage below and frame 3 WH questions and 1 yes or no question based on it. താഴെ നൽകിയിരിക്കുന്ന പാസേജ് വായിച്ച് അതിനെ അടിസ്ഥാനമാക്കി 3 WH ചോദ്യങ്ങളും ഒരു യെസ് ഓർ നോ ചോദ്യവും തയ്യാറാക്കുക. Questions 22 to 26. Read the news headlines given below and answer the questions that follow. താഴെ നൽകിയിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ വായിച്ച് അതിനെ തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. Question number 22. Identify the headline that points to Kerala's excellent achievements in public education. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തിലെ മികച്ച നേട്ടങ്ങളെ സൂചിപ്പിക്കുന്ന വാർത്താ തലക്കെട്ട് തിരിച്ചറിയുക. ആൻസർ. UNICEF report underscores Kerala's achievements in child welfare and public education. Question number 23. Which serious health issue is identified as the main reason for sudden deaths among people under the age of 45? 45 വയസ്സിന് താഴെയുള്ള ആളുകളിൽ അപ്രതീക്ഷിത മരണങ്ങൾക്ക് പ്രധാന കാരണമായി തിരിച്ചറിയപ്പെട്ടിരിക്കുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നം ഏതാണ്? ആൻസർ. ഹാർട്ട് ഡിസീസ്.
Question number 24. What does Kerala plan to develop for its schools? കേരളം തന്റെ സ്കൂളുകൾക്കായി വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, എ സ്റ്റേറ്റ്-ഓൺഡ് AI engine. Question number 25. The headline Never Say Die, Jawan turns army officer on 7th attempt highlights. Select the correct option. Never Say Die, Jawan turns army officer on 7th attempt എന്ന വാർത്താ തലക്കെട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി, 2 and 4 are correct. Question number 26. What common problem is highlighted by the two headlines From Coast to Hills, India is running out of clean air and Delhi smog tightens grip, air quality index stays very poor? ചോദ്യത്തിൽ കാണിച്ച രണ്ട് വാർത്ത തലക്കെട്ടുകളും സൂചിപ്പിക്കുന്ന പൊതുവായ പ്രശ്നമെന്താണ്? ഉത്തരം ഓപ്ഷൻ സി, എയർ പൊല്യൂഷൻ എഫക്റ്റിംഗ് ദ വെൽ-ബീയിങ് ഓഫ് പീപ്പിൾ. Question number 27. Edit the passage. The errors are highlighted in bold type. പാസേജിലെ പിഴവുകൾ ബോൾഡ് അക്ഷരങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവ തിരുത്തുക. ആൻസർ മാത്രം ഞാനിവിടെ കാണിക്കാം. Question number 28. Complete the paragraph using the appropriate forms of the idioms or phrasal verbs given in brackets. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ഇഡിയംസ് ഓർ ഫ്രേസൽ വെർബ്സ് എന്നിവയുടെ ശരിയായ രൂപങ്ങൾ ഉപയോഗിച്ച് പാരഗ്രാഫ് പൂർണ്ണമാക്കുക. ആൻസർ Question number 29. Complete the following passage choosing the right words from those given in brackets. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന വാക്കുകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് താഴെ നൽകിയിരിക്കുന്ന പാസേജ് പൂർണ്ണമാക്കുക. Question number 30. Complete the conversation between Salim Ali and Baron Omar Rolfe after their encounter with the Tusker. ടസ്കറുമായുണ്ടായ അവരുടെ ഏറ്റുമുട്ടലിന് ശേഷം സലീം അലിയുടെയും ബാരൻ ഓമർ റോൾഫിന്റെയും ഇടയിൽ നടക്കുന്ന സംഭാഷണം പൂർത്തിയാക്കുക. ആൻസർ Question number 31. Report the following dialogue. താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം റിപ്പോർട്ടഡ് സ്പീച്ചായി എഴുതുക. ആൻസർ എ. ഹോഷ്കോം ആസ്ക്ഡ് ദ മേയർ വൈ ഹി ഹാഡ് കോൾഡ് ഹിം ടു ഹിസ് ഓഫീസ്. ഹോഷ്കോം മേയറിനോട് എന്തുകൊണ്ടാണ് തനിയെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചതെന്ന് ചോദിച്ചു. ബി. ദ മേയർ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ സീൻ പിക്കിംഗ് അപ്പ് ദ ലോസ്റ്റ് പോക്കറ്റ് ബുക്ക് ദാറ്റ് മോർണിംഗ് ആൻഡ് ആഡഡ് ദാറ്റ് മലൻഡൈൻ ഹാഡ് സീൻ ഹിം. ആ രാവിലെ നഷ്ടപ്പെട്ട പോക്കറ്റ് ബുക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അവനെ കണ്ടതായി മേയർ മറുപടി പറഞ്ഞു. കൂടാതെ മലൻഡൈൻ അവനെ കണ്ടതായി അദ്ദേഹം ചേർത്തു. Question number 32. Complete the passage given below, choosing appropriate words or expressions from those given in the brackets. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന വാക്കുകളിലോ പ്രകടനങ്ങളിലോ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കി താഴെ നൽകിയിരിക്കുന്ന പാസേജ് പൂർണ്ണമാക്കുക. ആൻസർ വിദ്യാർത്ഥികളെ, നമ്മുടെ ചോദ്യപേപ്പർ ഡിസ്കഷൻ പൂർത്തിയായിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. നന്ദി.